ഇന്ന് അച്ഛൻ വിളിച്ചിരുന്നു. നിനക്ക് ആലോചനകൾ നോക്കുന്നുണ്ട്. എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട. എനിക്കിപ്പോ പഠിക്കണം. കല്യാണം കഴിക്കും. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാ ശരിയാവൂ? അതെ, നിങ്ങൾ എന്നെ ഇപ്പൊ ഇവിടെ കാണാൻ വന്നതാ. അത് നിങ്ങൾ കണ്ടു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങള് നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാ, നല്ലൊരു ജോലിയുണ്ട്. പക്ഷേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ചേട്ടാ, അയ്യോ, ഇതെന്താ? വാ. സോനൽ വന്നപ്പോ മുതൽ വീട്ടിലെ ജോലിയല്ല ഇവളാ ചെയ്യുന്നേ. നിനക്ക് സുഖമായല്ലോ. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്റെ പെങ്ങളല്ലേ, അവൾ എന്നെ സഹായിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ വളരെ ഹാപ്പിയാ. ഇന്ന് സോനലിന്റെ കൈ കൊണ്ടുണ്ടാക്കി നല്ല ഫുഡ് കഴിക്കാമല്ലോ. ഫുഡ് കഴിക്കൽ നിർത്താൻ തന്നെ തോന്നുന്നില്ല. അപ്പൊ ഞാനുണ്ടാക്കി തരുന്നൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ? അതൊക്കെയാണ്, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാ. ഇവക്ക് പറ്റിയൊരു ചെക്കനെ പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇവളെ ഓടിച്ചുവിടുന്ന എന്തിനാടി? എന്നെ കൊണ്ട് കെട്ടാനും പിടിക്കാനൊന്നും വയ്യ. ആദ്യം ഞാൻ പഠിച്ചു തീരട്ടെ. അത്ര എളുപ്പത്തിലൊന്നും എന്നെ ഒഴിവാക്കാന്ന് ചേട്ടൻ വിചാരിക്കണ്ട കേട്ടോ. ഞാൻ വൈകുന്നേരത്തെ ഫുഡിനുള്ളതാക്കിയിട്ട് വരാം. എന്തായാലും ചേട്ടന്റെ റാണി പോയി. അതിന് പകരം എന്താ പിടിച്ചോ. സുധാ, സുധാ, ദേ ഈ ബട്ടൺ പൊട്ടിപ്പോയി, ഒന്നൊന്ന് പിടിപ്പിച്ചു തന്നേ. കാണിച്ചേട്ടാ, ബട്ടൺ കാണിക്കും. ഞാൻ പോണോ? സുധ എവിടെ? ചേച്ചിക്ക് കിച്ചണിൽ എന്തോ ജോലിയുണ്ട്. കുഴപ്പമില്ല, വിട്ടേക്ക്. ഞാൻ വേറെ ഷർട്ട് ഇട്ടോളാം. എന്തിനു വേറെ ഷർട്ട് ഇടുന്നേ? ഞാനിപ്പോ ഈ ഷർട്ട് തന്നെ ശരിയാക്കി തരാലോ. ബട്ടൺ ഇപ്പൊ ഞാൻ പിടിപ്പിച്ചാലെന്താ, ചേച്ചി പിടിപ്പിച്ചാലെന്താ? ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട, കുഴപ്പമില്ല. കൈ സൂചിയുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? നല്ല രസമുണ്ട്. ഞാൻ ബട്ടൺ പിടിപ്പിച്ചു തരാം.
ചേട്ടന്റെ ബോഡിയൊക്കെ നല്ല അടിപൊളിയായിട്ടാ. ആരുടെ ഫോട്ടോയാ ഏയ് ആരുടെ അല്ല. കാണിച്ചേ. ഏയ് കാണിക്കാൻ പറ്റില്ല. സുധാ, നിന്റെ അനിയത്തി എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടോ? അതിന് ചേച്ചി വീട്ടിലില്ല, അപ്പുറത്തെ വീട്ടിൽ പോയേക്കുവാ. മിക്കവാറും നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ ആയിരിക്കും. കാണണമല്ലോ. ഏയ് അത് വേണ്ട, അത് വേണ്ട, കാണിക്ക്, പ്ലീസ്. ഇതെന്താ ഇത്? ഇതെന്റെ ഫോട്ടോയല്ലേ? ആ ഇതെപ്പോ വന്നു? ദേ വന്നേ ഉള്ളൂ. ഞാൻ സൊനാലിനോട് ചായ കൊണ്ടുതരാൻ പറയാം. ആ. അപ്പോഴത്തേക്കും ഫ്രഷ് ആയി വാ. ചായ കുടിക്ക്. ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. എങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ കുടിപ്പിക്ക്. ഇപ്പൊ കുറച്ച് ധൈര്യം കൂടിയിട്ടുണ്ടല്ലോ. ചേച്ചി അകത്തുണ്ട്. ഇപ്പൊ എങ്ങാനും വന്നാ ചേട്ടന്റെ ധൈര്യം അതോടെ തീരും. അവൾ ഇപ്പോഴെങ്ങും വരില്ലെന്ന് നീ കുടിപ്പിക്ക്. പതുക്കെ കുടിക്കേ. ജ്യൂസ് കുടിക്കേട്ടാ. ചേട്ടാന്നോ? അതിന് നീ എന്നെ ബോയ് ഫ്രണ്ട് ആയിട്ടല്ലേ കാണുന്നേ? കാണുന്നല്ല, നിങ്ങൾ എന്റെ ബോയ് ഫ്രണ്ടാണ്. അപ്പോ പേരെടുത്ത് വിളിക്കട്ടെ? വിളിക്ക്, പക്ഷെ ചേച്ചി കേൾക്കരുത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പിടിക്ക്, ജ്യൂസ് കുടിക്ക്. നിന്റെ ചുണ്ടുകൊട്ട ഇതിന്റെ മധുരം കൂടും. ഇനി കുടിച്ചു നോക്ക. നീ എന്ത് സുന്ദരിയാ. നിങ്ങള് എന്തൊരു ഹാൻഡ്സം ആണ്. ചേട്ടനിന്ന് നിങ്ങളായോ? നിങ്ങള് സൗരവ് നല്ല ഹാൻഡ്സം ആണ്. അപ്പൊ ഞാൻ പോവാണേ. ജ്യൂസ് കുടിക്ക്. അവധി കിട്ടിയ നല്ല രസമാ. ഓഫീസിലും പോണ്ട, പണിയെടുക്കണ്ട, ചുമ്മാ ഇരുന്നങ്ങ് റെസ്റ്റ് എടുക്കാം. ഒരുപാടങ്ങ് റെസ്റ്റ് എടുക്കുന്നത് നല്ല കാര്യമല്ല. വന്നേനൊന്ന് സഹായിച്ചേ. എന്താ ചെയ്യണ്ടേ? എന്റെ അടുത്ത് വന്നൊന്ന് ഇരുന്ന് തന്നാ മതി. അതെ,
നിന്റെ ഷോള് താഴെ വീണു. ഒന്ന് നേരിട്ടതാ. നിങ്ങൾക്ക് ചേച്ചി എന്നുള്ള പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കാതെ പറ്റുമോ? പേടിയുള്ളത് നല്ലതാ. ആഹാ, രണ്ടുപേരും കൂടിയാണോ പണിയെടുക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ചേട്ടനെ പച്ചക്കറി എരിയാൻ പഠിപ്പിക്കുകയായിരുന്നു. നന്നായിടി, അടുക്കളയിൽ എനിക്കൊരു സഹായമാവല്ലോ. ഹലോ മാഡം, എന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. കൊള്ളാം ചേച്ചി, വെട്ടി തുറന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. പിന്നെ എനിക്കിന്ന് വ്രതമാണ്. ഞാൻ അമ്പലത്തിൽ പോയി പൂജ ചെയ്തിട്ട് വരാം. ഓക്കെ സോനൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ. ഞാൻ വരാൻ ചിലപ്പോ വൈകിയേക്കും. ഓക്കെ ചേച്ചി. ചേച്ചി അമ്പലത്തിൽ പോയല്ലോ, അപ്പന്റെ പരിപാടി. കുറച്ച് സമാധാനപ്പെട്, വാതിൽ തുറന്നെടുക്കുക. ഞാൻ ഓടിപ്പോകാൻ പോകുന്നൊന്നുമില്ല, നിങ്ങൾക്കുള്ളത് തന്നെയാ. പോയി വാതിൽ അടച്ചിട്ട് വരാം. എനിക്ക് ഫുഡൊക്കെ കണ്ടിട്ട് കൊതിയാവണു. എന്ത് ചെയ്യാനാ, കഴിക്കാൻ പറ്റില്ലല്ലോ, വ്രതമല്ലേ. നിങ്ങൾ കഴിക്കേ, ഞാൻ പോവാ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പയ്യന്റെ അച്ഛൻ നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. നമ്മുടെ അച്ഛന്റെ ഫ്രണ്ടില്ലേ ശർമ്മ അങ്കിൾ, അങ്കിളുടെ മോൻ ആലോക്. ചെക്കന് നല്ല ജോബാ, പിന്നെ കാണാനും എടുക്കണ. എനിക്കിപ്പൊ കല്യാണം ഒന്നും കഴിക്കണ്ട, എനിക്ക് ഇനിയും പഠിക്കണം. എനിക്കൊന്നും അറിയണ്ട, നാളെ വൈകുന്നേരം അയാൾ നിന്നെ കാണാൻ വരും. നീ റെഡി ആയിട്ടിരുന്നോ? കല്യാണം കഴിക്കേ. അവൾ പറഞ്ഞു കേട്ടിട്ട് നല്ല പയ്യനാണെന്ന് തോന്നുന്നു. വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിലും എനിക്ക് വേറൊരു ചെക്കൻ ഇഷ്ടം. അതാരാ അത്? ദേ ഇരിക്കുന്നു. അപ്പൊ നിന്റെ ചേച്ചിയുടെ കാര്യോ? അതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, എനിക്കതൊന്നും അറിയണ്ട.
അതെനിക്കും അറിയില്ല. നിങ്ങളല്ലാതെ വേറൊരാള് എന്നെ തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഞാൻ എന്നും എപ്പോഴും നിങ്ങളുടെ മാത്രമായിരിക്കും. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ വിചാരിച്ചത് നിനക്കെന്നെ മനസ്സിലാവുന്ന. ഇങ്ങനെ വന്നാ എങ്ങനെ മനസ്സിലാക്കാനാ? ആലോക്, അച്ഛന്റെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? വീട്ടിൽ ഇടക്കൊക്കെ വരുമായിരുന്നു. ഇപ്പൊ കണ്ടിട്ട് കുറേയായി. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെയൊക്കെ പറ്റി ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയാറുണ്ടായിരുന്നു. സോനൽ ഇപ്പൊ വരും കേട്ടോ. സോനൽ, നീ ചായ കൊണ്ടുവന്നില്ലേ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ചായ എടുത്തോണ്ട് വരുമോ? ഹായ്, ഹലോ, ചേട്ടാ, പ്ലീസ് ചായ കൊടുക്കണമെങ്കിൽ പോയി എടുത്തോണ്ട് വാ. ചായയൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. പക്ഷെ നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുമ്പോ നീ കുറച്ച് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? ആലോക്ക് ഇവള് പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. കാര്യം പറയുന്നതിൽ എന്ത് വിചാരിക്കാനാ? ചേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? എന്തു പറയാനാ, അവള് ചെറിയ കുട്ടിയാണോ? ചേട്ടാ, ചേട്ടൻ ഇപ്പൊ പറഞ്ഞതാണ് ശരി. ചേച്ചിക്ക് ഞാനിപ്പോഴും ചെറിയ കുട്ടി തന്നെയാ. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അതെ, നിങ്ങളിപ്പോ എന്നെ ഇവിടെ കാണാൻ വന്നതാ. നിങ്ങൾ എന്നെ കാണുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നല്ലൊരു മനുഷ്യനാ, നല്ല ജോലിയുണ്ട്. പക്ഷെ എനിക്കിപ്പോ കല്യാണം കഴിക്കണമെന്നില്ല. എനിക്ക് നിങ്ങളോടൊരു താല്പര്യവും ഇല്ല. സോ പ്ലീസ് നിങ്ങൾ ഒന്ന് പോയി തരൂ. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. ശരിയെന്നാ. അല്ല, ആലോക്ക് ഇത് എങ്ങോട്ട് പോവാ? ചായ കുടിച്ചിട്ട് പോവാം. സുധ ചേച്ചി, വേറൊരു ദിവസം ആട്ടെ. എനിക്കൊരു അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. ചായയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാമല്ലോ. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോണേ? എനിക്കെന്താ കിട്ടുന്നതെന്ന് പാവൻ ചേച്ചിക്കറിയില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കറിയാലോ. ഇല്ല. നോണയൻ അറിയില്ലേ? അറിയില്ല. പിന്നെ ആർക്കാ അറിയുന്നേ? എല്ലാം അറിയാല്ലേ? വിളിച്ചേ? എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കോ? അത് ശരി. അപ്പൊ ഇവിടെ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കേ. എനിക്ക് കൊതിയാവുന്നു.
പ്ലീസ് 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 ഒന്ന് ഇങ്ങോട്ട് വാ. ദേ വരുന്നു. ഓക്കെ. നീ എന്തായി കാണിക്കുന്നേ? എന്തായി കാണിക്കുന്നേന്ന്? അറിയില്ലേ ഞാൻ എന്താ കാണിക്കുന്നേന്ന്? വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അത് ശരി, റിസ്ക് ഇല്ലെങ്കിൽ പ്രേമത്തിനൊക്കെ ഒരു ത്രില്ലുണ്ടോ? റിസ്ക് എടുക്കാതെ പറ്റില്ലല്ലോ. സുധ അപ്പുറത്ത് കിടപ്പുണ്ട്. എങ്കിൽ അപ്പുറത്ത് കിടക്കട്ടേന്നേ, എന്തിനു വിളിക്കാൻ പോകുന്നേ? അവിടെ കിടന്നുറങ്ങട്ടെ. ചേച്ചി, ഞാൻ കോളേജിലേക്ക് പോവാ. എനിക്ക് അത്യാവശ്യം ആ, ജോലിയുണ്ട്. നിനക്ക് അത്യാവശ്യം കുറച്ച് കൂടുതലാ. എന്തേച്ചി? ഒന്നുമില്ല, നീ ചെല്ല്. ആലോക്, സുധ എന്താ പറ്റിയേ? ഞാൻ ഇനി എന്താ ചെയ്യാ ആലോക്? സുധ എന്താ പറ്റിയെന്ന് പറ. ആലോക്, നിനക്കറിയോ എൻ്റെ അനിയത്തി എൻ്റെ ഭർത്താവും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ ഭർത്താവ് അവളുടെ മുറിയിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാ. അപ്പൊ അതുകൊണ്ടാണ് അവളിങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്. സോനലിപ്പോ പുറത്തേക്ക് പോയിക്കോ. അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എനിക്ക് നല്ല ഉറപ്പാ. നമുക്കിതിലും നല്ലൊരു കാര്യം സംഭവിക്കാനുണ്ടോ സുധ? നീ നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തൊക്കെ. ഞാൻ എത്ര കാലമായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ യെസ് പറഞ്ഞ എന്തിനാ നിനക്കറിയാലോ. അങ്ങനെയെങ്കിലും നിന്നെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാ. ഇനി നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമുക്കിനി ഒരു പ്രാവശ്യം കൂടി തിരിച്ചു പോകാൻ പറ്റും. നീ എന്നെപ്പറ്റി ഓർക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെപ്പറ്റി എപ്പോഴും ഓർക്കാറുണ്ട്. ആലോക്, നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ നാട്ടിലെ സംസ്കാരം ഇങ്ങനെയായിപ്പോയി. ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറൊരാളെ പറ്റി ആലോചിക്കുന്നത് പോലും പാപ. പക്ഷെ ഇനി അതൊന്നും എന്നെ ബാധിക്കില്ല. ഈ പറയുന്ന പാപവും പുണ്യമൊക്കെ ഞാൻ എന്തിനാ നോക്കിയിട്ട്? നിനക്ക് ഓർമ്മയില്ലേ ആലോക്, നീ അന്നൊരു ദിവസം എന്നെ ഒന്ന് തൊടാൻ നോക്കിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന്? കല്യാണത്തിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ നിന്നോട് പറയാ,
നീ എന്നെ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്റെ വീട് ഇത് എന്തേ കാണിക്കുന്നേ? കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. എല്ലാം നീ കാരണോ? ആ, ഞാൻ കാരണം അല്ലേ? ഇപ്പൊ എല്ലാം എന്റെ കുറ്റം. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കേണ്ടെന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പൊ എന്ത് കാര്യത്തിനാ വന്നേ? ആ, ആലോക്, ഞാൻ വിളിച്ചിട്ടാ വന്നത്. നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ഇനി ഇവൻ ഇവിടെ താമസിക്കും, എന്റെ കൂടെ ഈ വീട്ടിൽ. സോനലിന് കല്യാണം കഴിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഇയാളെങ്ങനെ ഇവിടെ താമസിക്കും? സോനലിന് താല്പര്യമില്ലെങ്കിൽ വേണ്ട, എനിക്ക് കല്യാണം കഴിക്കാലോ. അത് ശരി. ഇവനെ കല്യാണം കഴിപ്പിക്കാൻ ഇങ്ങനെയാണ് നിർബന്ധിക്കുന്നേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, മനസ്സിലായോ? ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്റെ പൊന്നനിയത്തി. ഇവനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നീയല്ല, ആലോകിന് ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് ഭ്രാന്തായോ? പ്രാന്ത് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ വിശ്വസിച്ചത്. പക്ഷെ എനിക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള കളിതമാശയൊക്കെ ചേട്ടനും അനീതിയും തമ്മിലുള്ള ബന്ധാണെന്നാ ഞാൻ കരുതിയേ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? രണ്ടാളും കൂടെ എന്നെ ചതിക്കായിരുന്നില്ലേ? എന്റെ മുമ്പിൽ നിൽക്കാൻ നാണാവുന്നില്ലേ? പോട്ടെ, ഇപ്പോഴെങ്കിലും എനിക്കിതെല്ലാം മനസ്സിലായല്ലോ. നമ്മുടെ കഥ ദാ ഇവിടെ അവസാനിക്കുക. ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ. നിങ്ങളുടെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തോണ്ട് കാമുകിയും കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. നീ എന്റെ ചേച്ചിയല്ലേ? ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും പുറത്താക്കോ? അങ്ങനെ നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്.
എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇങ്ങനെയെല്ലാം അവസാനിപ്പിക്കരുത്. ഐ എം സോറി. നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. പുതിയ ജീവിതം ഞാൻ തുടങ്ങാൻ പോവാ ആലോക്കിനൊപ്പം. ഇനി നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഈ വീടുണ്ടാക്കിയതിലും ഇത് ഈ അവസ്ഥയിൽ എത്തിച്ചതിലും ഞാനും കുറെ പൈസ ചെലവാക്കിയതാ. നീ എന്താ കരുതിയേ എന്നെ ചുമ്മാ അങ്ങ് പുറത്താക്കാന്നോ? എങ്കിലും ഒന്ന് കാണട്ടെ. എടാ, ഇനി നീ അവളെ തല്ലുന്നത് പോയിട്ട് അവളെ തൊടാൻ പോലും നോക്കിയാലുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നീ അറിയും. പോയാടാ. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നോക്കിയാണ്ടല്ലോ നിന്നെ കൊന്നു കളയും ഞാൻ. നിന്റെ കുടുംബം എന്ന് പറയാൻ നിനക്കിപ്പൊ കുടുംബം ഇല്ലടാ. സുധ ഇപ്പൊ എന്റെ ഭാര്യയാവാൻ പോവാ. ഇവിടെ വന്ന് ഡയലോഗ് അടിക്കാൻ നോക്കിയാ നിന്നെ ഞാൻ കൊന്നു കുഴിച്ചുവിടും. ഇറങ്ങിപ്പോടാ. ഇങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവര് രണ്ടുപേരും എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേടി? വൃത്തികെട്ടവളെ, ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോ. കാമുകിയും കാമുകിനെ ഇനി എന്റെ വീട്ടിൽ കണ്ടുപോരുത്. അത് ശരി, ഞങ്ങള് കാമുകനും കാമുകി. നിങ്ങൾ എന്താണെന്ന് പറ. ഞങ്ങൾ രണ്ടുപേരും കാമുകിയും കാമുകനും തന്നെയാ. നിനക്ക് അതല്ലേ കേൾക്കേണ്ടത്? നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോടി. നിന്നെ ഞാനിന്ന് അയ്യോ വേണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. അയ്യോ വേണ്ട, അയാളെ വിട്ടേക്ക്. അയ്യോ എന്ത് പറ്റി? കണ്ണ് തുറക്ക്, എഴുന്നേൽക്ക്. അയ്യോ, നിങ്ങൾ അവനെ കൊന്നല്ലേ? എഴുന്നേക്ക്, എന്നെ ഒന്ന് നോക്ക്. നിങ്ങൾ എന്തിനവനെ കൊന്നത്? നിങ്ങൾ രണ്ടുപേരും ഇവനെ കൊന്നു കളഞ്ഞല്ലേ? ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനിത് പോലീസിൽ അറിയിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കും. വിടാൻ, എന്നെ വിടാൻ. സുധ, സുധ, അവളെ ജീവനോടെ വിടാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ഈ ബോഡി എവിടെയെങ്കിലും ഒളിപ്പിക്കാം. എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റും. മനസ്സിലായോ നിനക്ക്?